കോഴിക്കോട് KSRTC ബസ്സിൽ കണ്ടക്ടറെ തോക്കു ചൂണ്ടി കവർച്ച നടത്തിയ കേസിലെ പ്രതി 36 വർഷത്തിന് ശേഷം മൈസൂരുവിൽ പോലീസിന്റെ പിടിയിൽ. മലപ്പുറം ഊർങ്ങാട്ടേരി സ്വദേശി VK ജോസിനെയാണ് തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ശിവകുമാർ എന്ന പേരിൽ മൈസൂരുവിൽ ഭാര്യയ്ക്കൊപ്പം അപ്പാർട്ട്മെന്റിൽ താമസിച്ചു വരികയായിരുന്നു. ദമ്പതികൾ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് ഭാര്യ പോലീസിനെ വിളിച്ചതാണ് ജോസ് പിടിയിലാകാൻ കാരണം. മലപ്പുറം ഊർങ്ങാട്ടേരി സ്വദേശി VK ജോസ് 1990-ലാണ് കേരളത്തിൽ വെച്ച് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയത്. തിരുവമ്പാടി കൂമ്പാറ ബസ് യാത്ര അവസാനിപ്പിച്ച സമയത്ത് പ്രതി ബസ്സിലെത്തി തോക്ക് ചൂണ്ടി കണ്ടക്ടറിൽ നിന്ന് പണം കവരുകയായിരുന്നു. ഇത് സംബന്ധിച്ച് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ജോസ് ഒളിവിൽ പോയി. പിന്നീട് മൈസൂരുവിലെത്തിയ ജോസ് പെയിന്റിംഗ് ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഇതിനിടെ വിവാഹവും കഴിച്ചു. 2 പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞു. ബുധനാഴ്ച രാത്രി ജോസും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായി. തർക്കം രൂക്ഷമായതോടെ ഭാര്യ പോലീസ് എമർജൻസി നമ്പറായ 112-ൽ വിളിച്ചതാണ് 36 വർഷത്തിന് ശേഷം ജോസ് പിടിയിലാകാൻ വഴിയൊരുക്കിയത്. വീട്ടമ്മ വിളിച്ചതിനെ തുടർന്നെത്തിയ മൈസൂരു നരസിംഹരാജ പോലീസ് വീട് പരിശോധിച്ചപ്പോൾ ജോസിന്റെ കട്ടിലിനടിയിൽ നിന്ന് നാടൻ തോക്കും കേരളത്തിലായിരുന്നപ്പോഴുള്ള ഏതാനും രേഖകളും കണ്ടെടുത്തു. ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഇയാൾ പരസ്പര വിരുദ്ധമായ മറുപടി നൽകിയത് പോലീസിനെ സംശയത്തിലാക്കി. ഇതോടെ അവർ കേരള പോലീസുമായി ബന്ധപ്പെട്ടു. തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കവർച്ചാ കേസിൽ ജോസിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് നിലവിലുണ്ടെന്ന് അന്വേഷണത്തിൽ പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് തിരുവമ്പാടി പോലീസ് മൈസൂരുവിലെത്തി ജോസിനെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലെത്തിക്കുകയായിരുന്നു. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ ജോസിനെ റിമാൻഡ് ചെയ്ത് കോഴിക്കോട് സബ് ജയിലിലേക്ക് അയച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.